ഒരാള് റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇയാളെ ശകലം മെന്റലായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തട്ടിക്കൊണ്ടുപോയിട്ട് അയാൾ ഇയാളെ ഒരു തടവറ കൊണ്ട് നടച്ചു. അപ്പൊ തടവറയ്ക്കകത്ത് ഒരു മേശയിൽ ഒരു നീളമുള്ള അകം പൊള്ളയായിട്ടുള്ള ഒരു മുളവടി ഇരിപ്പുണ്ട്. ഒരു വശത്ത് ചുവരിൽ 3 വാതിലുകളുണ്ട്. ഈ ഭ്രാന്തൻ സയന്റിസ്റ്റ് ഒരു മൈക്ക് വഴി ഒരു സ്പീക്കറിലൂടെ ഇയാൾ ഒരു ഇൻസ്ട്രക്ഷൻ കേൾപ്പിച്ചു. ഈ 3 വഴിയിലൂടെയും നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. രക്ഷപ്പെടാനുള്ള സമയം 1 മണിക്കൂറാണ്. ആദ്യത്തെ വാതിൽ നീ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ഭ്രാന്ത് പിടിച്ച വിഷബാധയുള്ള 100 കണക്കിന് എലികളുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഈ എലികളെ അതിജീവിച്ച് നീ പോയാൽ നിനക്ക് രക്ഷപ്പെടാം. രണ്ടാമത്തെ വാതിൽ തുറന്നാൽ അവിടെ ഒരു ചെറിയ ടാങ്കിൽ വെള്ളമുണ്ട്. ആ വാതിൽ കടന്നാലുടൻ തന്നെ നിന്നെ തലകുത്തി വെള്ളത്തിനകത്തേക്ക് തലകുത്തിയിടും. 1 മണിക്കൂർ നിന്നെ അങ്ങനെ ഇട്ടേക്കും. അത് അതിജീവിച്ചാൽ നിനക്ക് രക്ഷപ്പെടാന്ന് പറയും. മൂന്നാമത്തെ വാതിൽ തുറന്നാൽ അവിടെ ആഴമുള്ള ഒരു വലിയ ടാങ്കാണ്. ഒരുപാട് വെള്ളമുള്ള ഒരു വലിയ ടാങ്കാണ്. വീണാൽ മുങ്ങിപ്പോവും. അതിനകത്ത് നേരെ ഒരുപാട് അപകടകാരികളായ ജെല്ലി ഫിഷുകളുണ്ട്. ഇയാൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഇതിന്റെ ഉത്തരം അറിയാവുന്നവരങ്ങോട്ട് പറയാ. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എഴുതി കഴിഞ്ഞവർക്കും ഉത്തരം കേൾക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ മേശയുടെ പുറത്ത് അകം പൊള്ളയായ ഒരു മുളവടിയുണ്ട്. ഇദ്ദേഹം രണ്ടാമത്തെ വാതിലിലൂടെ ആയിരിക്കും രക്ഷപ്പെടുക. കാര്യം അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് ഒരു ചെറിയ വാട്ടർ ടാങ്ക് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വാതിൽ തുറന്നിറങ്ങിയാൽ 100 കണക്കിന് എലികളുണ്ട്. 1 മണിക്കൂറോടെ ഇദ്ദേഹത്തിന് അതിനെ നേരിടാൻ പറ്റില്ല. അവ ഇദ്ദേഹത്തെ കടിക്കും. മൂന്നാമത്തിൽ ചെന്നാൽ ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് വീഴും. ജെല്ലി ഫിഷുകൾ അദ്ദേഹത്തിനെ ആക്രമിക്കും. ഈ വടി കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ തലകുത്തി വെള്ളത്തിലിടുന്ന ചെറിയ ടാങ്കിൽ ഇദ്ദേഹം വായില് ഈ മുളവടി അകം പൊള്ളയായിട്ടുള്ള മുളവടി കടിച്ചു പിടിച്ചുകൊണ്ട് തലകുത്തിയാണ് വെള്ളത്തിനകത്ത് പോകുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് വായിലൂടെ ഈ മുളവടിക്കുള്ളിലൂടെ ശ്വസിക്കാൻ കഴിയും. 1 മണിക്കൂറൊക്കെ അനായാസം അതിനകത്ത് കിടക്കാൻ കഴിയും. അങ്ങനെയാണ് അദ്ദേഹം നടുക്കത്തെ വാതിലിലൂടെ രക്ഷപ്പെടുന്നത്.